എല്ലാവർക്കും ഒരു ബിരിയാണി കഴിക്കാനൊരു പുതിയ, പക്ഷെ അമ്മയ്ക്ക് കുക്ക് ചെയ്യാനും വയ്യ. അപ്പം അമ്മ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇത്. അമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ടുണ്ടാവും. ചിക്കനിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരച്ച് ചേർത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് അമ്മൻ്റെ വെളുത്തുള്ളി തോലുകളുടെ ട്രിക്കാണ്. അപ്പോൾ ഇത് രണ്ടായി മുറിച്ച് നടുവിൽ അടിക്കുമ്പോൾ ഇങ്ങനെ വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴേക്കും അമ്മ എനിക്ക് നൈസായിട്ട് ഉള്ളി അരിയാനുള്ള പണിയാണ്. ഉള്ളി അരിഞ്ഞ് കണക്ക് നിറഞ്ഞൊരു വിധമായി. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കടന്നല്ലോ. അതിനായിട്ട് ആവശ്യത്തിന് അധികം നെയ്യ് ഒഴിക്കാം, പിന്നെ കുറച്ച് ഓയിലും സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവാള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ തക്കാളിയും ഇത് അങ്ങോട്ട് വഴണ്ടി വരുമ്പോഴാണ് നമ്മുടെ മെയിൻ സാധനം ആഡ് ചെയ്യുന്നത്, നമ്മുടെ ബിരിയാണി മസാല. അതൊക്കെ ആഡ് ചെയ്ത് കുറച്ച് മല്ലിയിലേക്ക് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വീണ്ടും ഈ മസാല ആകുമ്പോൾ തന്നെ നല്ല മണമാണ്. പിന്നെ നമ്മൾ കളറിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അമ്മ മാത്രമല്ല, അച്ഛനും ഒരു ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇങ്ങനെയാണ് ഇവർക്ക് ആ പദവി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വീട്ടിൽ. അത് അങ്ങോട്ട് ഫേമസ് ആയി വീട്ടിൽ. അങ്ങനെയാണ് ഇവർ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആയത്. ഒരു കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം പോലെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ടൈമിൽ നമ്മൾ ടേസ്റ്റ് വെക്കും. നമ്മുടെ ഉപ്പ് കുറച്ച് മേലേക്ക് നിൽക്കണം, എന്നാലാണ് അത് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. കുക്കർ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ, അതിന് വേണ്ടി ഒരു കാത്തിരിപ്പാണ്. വിസിൽ അടിച്ചതിന് ശേഷം തുറക്കരുത്. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വേണം തുറക്കാനായിട്ട്. നമ്മുടെ ബിരിയാണി റെഡി. കൂടെ ഒരു സാലാഡ്. ഞങ്ങൾക്ക് കഴിക്കാനുള്ള കൊതിയും വിശപ്പും കൊണ്ടാണോ അതോ അമ്മൻ്റെ കൈപ്പുണ്യം കൊണ്ടാണോ എന്നറിയില്ല, നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.